ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആയിട്ട് ഫ്ലവർ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് പൈപ്പിംഗ് ബാഗിലേക്ക് നോസിലിട്ട് കൊടുത്തിട്ടുണ്ട്. പിങ്ക് കളറിലാണ് ക്രീം റെഡിയാക്കിയിട്ടുള്ളത്. എന്നിട്ട് ചെറിയൊരു മൊട്ട് പോലെ ആദ്യം ഒന്ന് കൊടുത്തിട്ട് പിന്നെ ഓരോ പെറ്റലായിട്ട് ഇങ്ങനെ ഫ്ലവർ നെയിൽ തിരിച്ച് റൗണ്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും എവിടെയാണ് അടുത്ത പെറ്റൽ വരേണ്ടതെന്ന് നോക്കിയിട്ട് ഓരോ ഇതളുകളും ആദ്യം ചെറിയ ഇതൾ കൊടുക്കുക, പിന്നെ കുറച്ചും കൂടെ വലുത്, അങ്ങനെ ഓരോ ബാക്കിലോട്ട് പോകുന്തോറും കുറച്ചും കൂടെ വലുതായിട്ടുള്ള ഫ്ലവർ പെറ്റൽ കൊടുത്ത് ഒരു ചെറിയ ഫ്ലവർ ആണെങ്കിൽ അതുകൊണ്ട് നിർത്തുക. ഇല്ലയെന്നുണ്ടെങ്കിൽ വീണ്ടും വലിയ ഇതൾ തന്നെ കൊടുത്തിട്ട് റൗണ്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എനിക്ക് കുറച്ച് വലിയ ഫ്ലവറാണ് ഞാൻ ഇവിടെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ കേക്കിൽ കുറച്ച് ക്രീം തേച്ച് കൊടുത്തിട്ട് പിന്നെ ഫ്ലവർ എടുത്ത് വെക്കും. അങ്ങനെയാണ് ചിലപ്പോഴൊക്കെ ചെയ്യുന്നത്. പക്ഷേ എനിക്ക് ചില സമയങ്ങളിൽ അങ്ങനെ ക്രീം വെച്ചിട്ട് ഫ്ലവർ വെക്കുമ്പോഴത്തേക്കും ഒരു ചരിവ് പോലെയൊക്കെ തോന്നണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡയറക്റ്റ് ക്രീം ഇല്ലാതെ തന്നെ ഫ്ലവർ എടുത്ത് വെക്കലുണ്ട്. ചിലപ്പോൾ ക്രീം വെക്കണമെന്ന് തോന്നിയാൽ ക്രീം വെച്ചിട്ട് ചെയ്യും. പിന്നെ ഫ്ലവർ ചെയ്യുമ്പോഴത്തേക്കും ആദ്യം ഒരു ചെറിയ മൊട്ടായിട്ട് ആദ്യം കൊടുത്തിട്ട് പിന്നെയാണ് ഓരോ ഇതിലും കൊടുത്തത്. നമ്മൾ ആദ്യമൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഒരിക്കലും കറക്റ്റായിട്ട് വരണമെന്നില്ല. ഞാൻ ആദ്യം ഫ്ലവറൊക്കെ ചെയ്യുന്ന സമയത്തൊന്നും അത് ഫ്ലവറാണെന്ന് തന്നെ തോന്നില്ല. ആ രീതിക്കായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ കുറച്ചെങ്കിലുമൊക്കെ ഒന്ന് ബെറ്ററായിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് ഫോർക്കോ ഒരു കത്രികയോ വെച്ചിട്ട് അത് ഫ്ലവർ നെയിലിൽ നിന്ന് എടുത്തിട്ട് കേക്കിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കാം. ചില ആൾക്കാരാണെങ്കിൽ ഡയറക്റ്റ് തന്നെ കേക്കിൽ ഫ്ലവർ ചെയ്യുന്നത് കാണാം. പക്ഷേ എനിക്ക് അങ്ങനെ ഇതുവരെയും പറ്റിയിട്ടില്ല, എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ഇതേപോലെ ഫ്ലവർ നെയിൽ ചെയ്തിട്ട് ഇതേപോലെ ഫോർക്ക് കൊണ്ട് എടുത്ത് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എനിക്കതാണ് ഇതുവരെയും എനിക്ക് പറ്റിയിട്ടുള്ളതാണ്. അല്ലാതെ ഞാൻ കേക്കിൽ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്, പക്ഷേ എനിക്ക് ഇതുവരെയും അത് ശരിയായിട്ടില്ല. ഞാൻ പിന്നെ അതിനെ മുതിരാറുമില്ല. കാരണം എന്തിനു വെറുതെ കുളമാക്കി കളയണം. കേക്കെല്ലാം ചെയ്ത് വെച്ചിട്ട് പിന്നെ വീണ്ടും അത് കുളമാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇപ്പം ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ബാലൻസ് വരുന്ന ക്രീമിലൊക്കെ ആദ്യം ചെയ്ത് പഠിക്കാം കുറേശ്ശെ. പിന്നെ ഞാൻ ആദ്യം ബാലൻസ് വരുന്ന ക്രീമെല്ലാം എടുത്ത് വെച്ചിട്ട് ഓരോ ഫ്ലവറായിട്ട് ചെയ്ത് പഠിക്കും. ആ ക്രീമെല്ലാം വേസ്റ്റായി പോവും. എന്നിട്ട് വീണ്ടും അടുത്ത ക്രീമും കേക്ക് ചെയ്തിട്ട് ബാലൻസ് വരുമ്പോഴത്തേക്ക് വീണ്ടും അതിലും ചെയ്ത് നോക്കും. അങ്ങനെ കുറേ ചെയ്ത് നോക്കിയിട്ടാണ് ഇത്രയെങ്കിലുമൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. ഇൻഷാ അല്ലാഹ് ഇനി നല്ലൊരു പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം. do 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 do